ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നതാണ് ഒരു അട ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അതിന് ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. അപ്പൊ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ബൗള് ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ശർക്കര വേണം, ആവശ്യത്തിന് തേങ്ങ, ആവശ്യത്തിന് ചെറിയ ജീരകവും ഏലക്കായും പൊടിച്ചത് വേണം, ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് ചൂടുവെള്ളവും വേണം. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ ഇത് ഇവിടെ നമ്മൾ ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ പൊടി ഈ ഒരു വെള്ളത്തിൽ ഇട്ടാണ് നമ്മൾ വാട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ നന്നായിട്ട് തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് തന്നെ ഇതൊന്ന് ഒരു ട്രൈയിലേക്ക് മാറ്റണം, ചൂടാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ചൂടാറിയിട്ട് നമുക്ക് ചപ്പാത്തി കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നമ്മളിപ്പോൾ ട്രൈയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് ചൂടാറുന്നത് വരെ കാത്തിരിക്കാം. അപ്പോഴേക്കും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു ശർക്കര നമുക്ക് തേങ്ങയുമായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളെ ചെറിയ ജീരകവും ഏലക്കായും പൊടിച്ചത് ലേശം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതിപ്പോ നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പൊ ഇത് കുഴക്കേണ്ടത് നമ്മൾ ചപ്പാത്തി പരുവത്തിലാണ് കേട്ടോ. അപ്പൊ ഞാൻ മുഴുവനായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് കാണാം. അപ്പൊ ഞാനിത് ഏകദേശം ചപ്പാത്തി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. അപ്പൊ ഇത് നമ്മളിപ്പോ മുഴുവനായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കട്ടോ. ഇതുപോലെ നമുക്കിതൊക്കെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. ഇതുപോലെ ഇനി നമുക്കിത് പരത്തി എടുത്തിട്ട് ഒന്ന് കാണാം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ആ മാവൊക്കെ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ് ഇതിലേക്ക് നാക്കാം. ഇതിലേക്ക് നാക്കിയതിനു ശേഷം ഇതുപോലെ നാക്കുക. ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ നാക്കുക. എന്നിട്ട് ഇവിടെ വെക്കുക. അങ്ങനെ നമുക്ക് ഇതിലെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് എല്ലാം ചെയ്തെടുത്തിട്ട് കാണാം. അപ്പൊ ഇത് നമ്മള് മുഴുവനായിട്ടും ഇത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ആവിയിലാണ് വേവിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കത് കാണാം. അപ്പൊ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഇറക്കാം. നമുക്ക് അതിനുശേഷം നമ്മുടെ ആ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഉണ്ടോ, ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടി ഒന്ന് വെക്കാം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ലെയറും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കട്ടോ. ഒരു 5 മിനിറ്റ് ഇത് മൂടി വെക്കണം. അപ്പൊ ഇനി അതിന് ശേഷം കാണാം. അപ്പൊ ഇനി നമുക്കിത് വെന്തിക്കണോ നോക്കാം. അപ്പൊ ഗൈസ് ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് ഇത് വിളമ്പാം. അപ്പൊ ഇത് നമ്മൾ പാത്രത്തിലേക്കൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കഴിക്കാം. അപ്പൊ ഇത് നമ്മൾ ഗോതമ്പ് കൊണ്ടുള്ള അട ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് കഴിച്ചു നോക്കാം.
അടിപൊളി കേട്ടോ. അതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ എണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ആവിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിനൊക്കെ വളരെയധികം ഹെൽത്തിയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇത്രയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ട് കാണുന്ന ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതുപുത്തൻ വീഡിയോയുമായി കാണാം. അതിലേക്കും ഗുഡ് ബൈ.